നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഹൈലൈറ്റ് മാളാണ്. കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂട്ടിൽ കൂടെ മറ്റേ മെയിൻ ഹൈവേ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റും. പക്ഷെ അപ്പോൾ നമ്മൾ ഇത്രത്തോളം വലിയൊരു സംഭവമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. എന്തായാലും നിങ്ങൾക്ക് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ നിങ്ങൾ പോയി കാണണം കേട്ടോ. അത് വല്ലപ്പോഴെങ്കിലും ഒന്ന് പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു വലിയ നഷ്ടമായി. 4 ഫ്ലോറിൽ നിൽക്കുന്ന അടിപൊളി ഒരു മാളാണ് കേട്ടോ. അത് 4 or 5 ഫ്ലോർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഒരു 3 ദിവസം നോക്കി കണ്ട് നടന്ന തീരാവത്ത അത്രയധികം ഷോപ്പുകളുണ്ട്. എല്ലാ തരത്തിലുള്ള ബ്രാൻഡ് ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താവശ്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് ഇവിടെ നിന്ന് സാധനം മേടിക്കാതെ പോകേണ്ടി വരില്ല. കാരണം വെച്ചാൽ ഒരുപാട് ഡ്രസ്സ് കടകളായാലും എല്ലാ തരത്തിലുള്ള ഷോപ്പുകളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ ഇതിൻ്റെ താഴെ ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് സാധനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, നെസ്റ്റോടെ. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഷോപ്പുകളാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടുവരിക. അപ്പോൾ ഓരോ ഫ്ലോറിലും ഓരോ സെക്ഷനാക്കിയിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് വരുന്നത് കുറേ ഡ്രസ്സ് കട കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ സെക്കൻഡ് ഫ്ലോറിലും അതുപോലെ കുറേ ഡ്രസ്സ് കടകളാണ്. പിന്നെ ഒരുപാട് വെറൈറ്റി ഷോപ്പുകളുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടുപോയോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ടെന്ന്. ഇത് നമ്മൾ വലിയൊരു വീഡിയോ ആക്കി തീർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടാൽ തീരില്ല, അത്രയധികം ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏറ്റവും മേലെ ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം സെൻറ്റർ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഒരു ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാനുള്ള ഇത് വേണം. കാരണം വെച്ചാൽ വരുമ്പോൾ രാവിലെ വരിക നല്ലത്. അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലായിടത്തും നടന്ന് കാണാൻ പോലും നമുക്ക് സമയം കിട്ടില്ല. അത്രയധികം ഷോപ്പുകളും കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു അവസരം നിങ്ങൾ പാഴാക്കണ്ട. എന്തായാലും ഇത് ഒരുവിധം കണ്ടിട്ട് വായോ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു തരാം. ഓക്കെ. നമുക്കൊക്കെ കൂടെ ചേരാം. നമുക്കൊക്കെ കൂടെ ചേരാം. ഇവിടെ സ്നോയുടെ അടിപൊളി ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ -10 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും തണുപ്പ്. ആ രീതിയിലാണ് നമുക്ക് ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇവർ കോട്ട്, ഷൂ, ഷോക്സ് എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കിട്ടും. ഇതിന് ഒരു ചാർജസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. നമുക്ക് 1 മണിക്കൂറൊക്കെ ടൈമുണ്ട്. പക്ഷേ 1 മണിക്കൂർ കൂടുതൽ നിൽക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റിംഗ് റൂമിലേക്കൊക്കെ പോകേണ്ടി വരും. അങ്ങനെയുള്ളൊരു സംഭവമാണ് അവിടെ. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടുവന്ന് പിന്നെ നമുക്ക് ഇനി മറ്റുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് പോയിടാം. അതിൻ്റെ നമ്മൾ സ്നോ വേൾഡിൻ്റെ കൂടുതൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫുള്ള് വീഡിയോ ഞാൻ ഒന്നും കൂടി ഇടാം. അപ്പം നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് അയക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ കൂടി കാണാം. അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ എന്തൊക്കെ അവസ്ഥകൾ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും.
അതേപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്, പിന്നെ ഒരുപാട് ജനങ്ങൾ നമ്മൾ മാളിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാർക്കിംഗ് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല, അത്യാവശ്യം ഏരിയ പാർക്കിംഗ് സ്ഥലമുണ്ട്. പിന്നെ ഫുഡ് കോർട്ടിലും ഇഷ്ടം പോലെ ഇരിക്കാൻ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും എത്ര പറഞ്ഞാലും മതി വരില്ല, അത്ര അധികം എല്ലാ സൗകര്യത്തോട് കൂടിയിട്ടൊരു നല്ലൊരു അടിപൊളി മാൾ തന്നെയാണ്. എന്തായാലും നിങ്ങളൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ എത്രയും പറയാന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഇതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പോർട്സിൻ്റെ ഇതിനെല്ലാ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ഫുഡ് കോർട്ടുകൾ ഒരുപാട് ഒരു രക്ഷയിലാട്ടോ, ഇഷ്ടം പോലെ അധികം ഉണ്ട്. പിന്നെ പല നമുക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഷോപ്പുകളും എല്ലാ കാര്യങ്ങളും നമുക്ക് വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകാനും ഒക്കെ അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല. ഒരുപാട് ജനങ്ങൾ നടന്നു പോകുന്ന കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഇതുണ്ടായിരുന്നു. കാരണം മറ്റുള്ളവർ അവരവരെ എടുക്കുമെന്നുള്ള എന്ന് വിചാരിച്ചിട്ട് അത് പല ആൾക്കാരും ചിലപ്പോൾ നമ്മളെ നോക്കിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ ആ വീഡിയോ മാക്സിമം നന്നായി എടുത്തതെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം. നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർദാൻ. ബൈ.